എവ്രിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് CSRനെ പറ്റിയാണ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ CA ഫൈനലിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ഒരു ചെറിയ ചാപ്റ്റർ ആണിത്. ഇതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 4 to 5 മാർക്സ് ആണ്. അപ്പോൾ ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. എല്ലാവരും ഇത് പഠിച്ചിട്ട് പോവുക. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് CSR പ്രൊവിഷൻസ് ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ എന്ന് നോക്കാം. As per Section 135 of Companies Act, every company having either net worth of 500 crore or more, turnover of 1000 crore or more, net profit of 5 crore or more during the immediately preceding financial year shall constitute a CSR committee. Okay, so നമുക്ക് മനസ്സിലായത് എല്ലാ കമ്പനീസിനും ഇത് ആപ്ലിക്കബിൾ ആണ്. എവ്രി കമ്പനി. പക്ഷെ അതിന് കണ്ടീഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ഇവർ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ മാത്രം CSR കമ്മിറ്റി ഫോം ചെയ്താൽ മതി. ഓക്കെ, സോ ഏതെങ്കിലും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ ഇവർ CSR കമ്മിറ്റി ഫോം ചെയ്യേണ്ടി വരും. പിന്നെ ഈ ലിമിറ്റ്സ് ഒക്കെ നമ്മൾ നോക്കുന്നത് ഏത് ഫിഗേഴ്സ് ആയിരിക്കും, ഏത് ഇയറിലെ ഫിഗർ ആയിരിക്കും? ഡ്യൂറിങ് ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ. സോ അത് നമുക്ക് ക്ലിയർ ആയി. ഓക്കെ, സെറ്റ്. സോ നമുക്ക് അതിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇലസ്ട്രേഷൻ 3യിൽ ഒരു കമ്പനിയുടെ നെറ്റ് വർത്ത് കൊടുത്തിട്ടുണ്ട് 200 crore. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ലിമിറ്റ് എത്രയായിരുന്നു? നെറ്റ് പ്രോഫിറ്റ് 5 crore ഓർ മോർ ആയിരിക്കണം. ടേൺ ഓവർ 1000 crore ഓർ മോർ ആയിരിക്കണം. ആൻഡ് നെറ്റ് വർത്ത് 500 crore ഓർ മോർ ആയിരിക്കണം. അപ്പം നെറ്റ് വർത്തിൻ്റെ കണ്ടീഷൻ നോക്കുക. 500 crore ഓർ മോർ ആണോ ഇത്? അല്ല, 200 crore ഉള്ളൂ. അപ്പം അത് സാറ്റിസ്ഫൈ ആയിട്ടില്ല. ടേൺ ഓവർ നോക്കുക. നമ്മളിപ്പോൾ നോക്കേണ്ട ഫിനാൻഷ്യൽ ഇയർ 2014 ആണ്. 2014 എന്ന് പറയുമ്പോൾ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ അല്ലേ നോക്കണ്ട. അപ്പം പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 950 ആണ്. 1000 ബിലോയാ. അപ്പോൾ ആ കണ്ടീഷനും സാറ്റിസ്ഫൈ ആയിട്ടില്ല. പിന്നെ ബാക്കിയുള്ള എന്താ? നെറ്റ് പ്രോഫിറ്റ് 8.5 crore. അവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുവാണെങ്കിൽ CSR കമ്മിറ്റി ഫോം ചെയ്യണം എന്നാണ്. അപ്പോൾ ഈ ഒരു കേസിൽ CSR കമ്മിറ്റി ഫോം ചെയ്യണം. കാരണം നെറ്റ് പ്രോഫിറ്റ് 5 crore ഓർ മോർ ആണ്, 8.5 crore ആണ്. സോ CSR കമ്മിറ്റി ഫോം ചെയ്യണം. അതാണ് ഉത്തരം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എവ്രി കമ്പനി എന്ന് പറഞ്ഞ വാക്കാണ്. എല്ലാ കമ്പനീസിനും ഇത് ആപ്ലിക്കബിൾ ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 ഇലസ്ട്രേഷൻ 1 അവർ ചോദിക്കുന്നത് ഒരു സെക്ഷൻ 8 കമ്പനി ഉണ്ടായിരുന്നു. സെക്ഷൻ 8 ചാരിറ്റബിൾ ഒബ്ജക്റ്റീവ്സ് ആണ് അവർക്ക്. അപ്പോൾ അങ്ങനത്തെ കേസിൽ CSR ആപ്ലിക്കബിൾ ആണോ? അതെ. Section 135 Companies Act is applicable to every company meeting the specified criteria. സെക്ഷൻ 8 കമ്പനി ആണെങ്കിലും അത് കമ്പനീസ് ആക്ടിൽ വരുന്നതല്ലേ. സോ അവിടെയും അത് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനി ഈ പറയുന്ന സ്പെസിഫൈഡ് ക്രൈറ്റീരിയ, ആ 3 കണ്ടീഷൻസ് ഇല്ലേ, അതിലേതെങ്കിലും ഒരു കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെന്ന് വെക്കുക. അപ്പോൾ ഈ കമ്പനിക്ക് എന്തായാലും CSR പ്രൊവിഷൻ അട്രാക്ട് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പിച്ചു. ഓക്കെ, സെറ്റ്. പക്ഷേ ഇനി ഈ കമ്പനിക്ക് ഒരു ഹോൾഡിംഗ് കമ്പനി ഉണ്ട്. അത് ഇൻഡിവിജ്വലി ഇങ്ങനെ നോക്കുവാണെങ്കിൽ CSR കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ഈ കമ്പനി ഇപ്പോൾ ലെറ്റ്സ് സേ എ കമ്പനി സാറ്റിസ്ഫൈ ചെയ്തു എന്ന് വെച്ച് ബി കമ്പനിക്ക് CSR പ്രൊവിഷൻ വരുമോ എന്നതാണ് ചോദ്യം. വരില്ല. നമ്മൾ സ്പെസിഫിക് ഓരോരോ കമ്പനീസിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് വേണം നമ്മൾ ലിമിറ്റ്സ് ഒക്കെ നോക്കാനായിട്ട്. അല്ലാണ്ട് ഒരു കമ്പനിക്ക് ആപ്ലിക്കബിൾ ആണ് എന്ന് കരുതി മറ്റൊരു കമ്പനിക്ക് ആപ്ലിക്കബിൾ ആകണം എന്നില്ല. അതിൻ്റെ ഹോൾഡിംഗ് കമ്പനി ആകാം, അല്ലെങ്കിൽ സബ്സിഡറി കമ്പനി ആകാം. അതാണ് ഇവിടെ പറയുന്നത്. Whether a holding or subsidiary of a company fulfilling the criteria under Section 135(1) has to comply with the provisions of Section 135 even if the holding or subsidiary itself does not fulfill the criteria. So ഇവിടെ ഹോൾഡിംഗ് കമ്പനി ബി കമ്പനി എന്ന് പറഞ്ഞ കമ്പനി സ്വന്തമായിട്ട് ഫുൾഫില്ല് ചെയ്യുന്നില്ല ക്രൈറ്റീരിയ, പക്ഷേ എ കമ്പനി ഫുൾഫില്ല് ചെയ്യുന്നുണ്ട്.
സോ അവിടെ ആപ്ലിക്കബിൾ ആകുമോ? നോ ആണ് ഉത്തരം. നോ, ദ കംപ്ലയൻസ് വിത്ത് CSR റിക്വയർമെന്റ്സ് ഇസ് specific to each company. The holding or subsidiary of a company is not required to comply with CSR provision unless the holding or subsidiary itself fulfills the eligibility criteria. ഓരോരുത്തരുടെ സെപ്പറേറ്റ് ആയിട്ട് വേണം നോക്കാനായിട്ട്. അവരത് ഫുൾ കണ്ടീഷൻസ്, ബി കമ്പനി ഇവിടെ ഫുൾഫിൽ ചെയ്യുവാണ് കണ്ടീഷൻസ്. അവരുടെ നെറ്റ് പ്രോഫിറ്റ് ക്രോസ് ചെയ്യുവാണ്, 5 crore above ആണ്, അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇവരും CSR കമ്മിറ്റി ഫോം ചെയ്യണം. അപ്പോൾ രണ്ടുപേരും ലിമിറ്റ്സ് ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ഓക്കെ, രണ്ടുപേർക്കും CSR കമ്മിറ്റി ഫോം ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് എന്താ, പോയിന്റ് എന്താ, കംപ്ലയൻസ് വിത്ത് CSR റിക്വയർമെന്റ് ഈസ് സ്പെസിഫിക് ടു ഈച്ച് കമ്പനി. അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ വരുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു. സോ ഈ കമ്പനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇലസ്ട്രേഷൻ 4 ഈ കമ്പനി സെല്ല് ചെയ്യുന്ന ഗുഡ്സിന്ന് സെയിൽസ് എമൗണ്ടിൽ നിന്ന് 0.8 ഇവർ CSR ആക്ടിവിറ്റീസിന് വേണ്ടി സ്പെൻഡ് ചെയ്യും എന്നാണ് പറയുന്നത്. അങ്ങനെ 25,000 പാക്സ് ഇവർ സെല്ല് ചെയ്തു. അങ്ങനെ 20,000 ഇവർ CSR, അതായത് 25,000 ഇൻറ്റു 0.8 എന്ന് പറയുമ്പോൾ 20,000 ആണ്. അപ്പോൾ 20,000 ഇവർ സ്പെൻഡ് ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷെ ചെയ്തിട്ടില്ല, അൺസ്പെൻഡ് ആണിപ്പോൾ. അപ്പോൾ ഇത് CSR എക്സ്പെൻഡിച്ചർ ആയിട്ട് കണക്കാക്കാൻ പറ്റുമോ? പറ്റില്ല. സ്പെൻഡ് ചെയ്താൽ മാത്രമേ CSR എക്സ്പെൻഡിച്ചർ ആവത്തുള്ളൂ. By earmarking the amount from such sale for CSR expenditure, the company cannot show it as CSR expenditure. To qualify the amount to be CSR expenditure, it has to be spent. Spend ചെയ്യണം, അതാണ് പറയുന്നത്. പിന്നെ ചില ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ സ്പെൻഡ് ചെയ്താൽ, സോ ഇതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞില്ല, അതായത് ഈ ഒരു 3 കണ്ടീഷൻസ് അതിനകത്ത് ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ CSR കമ്മിറ്റി ഫോം ചെയ്യണമെന്ന് പറഞ്ഞു. പ്ലസ് 2% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് 3 preceding years ആണ് കേട്ടോ. സോ ഇത്രയും എമൗണ്ട്, ഈ 2% ഓഫ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് 3 preceding years. സോ ഇത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, CSR ആക്ടിവിറ്റീസിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. അതാണ് ഒരു പോയിന്റ്. ഓക്കെ, സോ അതനുസരിച്ചാണ് നമ്മൾ ഇലസ്ട്രേഷൻ 4 പറഞ്ഞതെന്ന് വെച്ചാൽ, അവർ എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടില്ല, മാറ്റി വെച്ചിട്ടുണ്ട് 20,000. അതിൽ കാര്യമുണ്ടോ? ഇല്ല, അത് സ്പെൻഡ് ചെയ്യണം എന്നാണ് ഇലസ്ട്രേഷൻ 4 പറയുന്നത്. ഓക്കെ, സെറ്റ്. പിന്നെ ചില ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ CSR ആണെന്ന് പറഞ്ഞ് സ്പെൻഡ് ചെയ്താലും അത് CSR ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല. അത് ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, ആക്ടിവിറ്റീസ് വിച്ച് ആർ ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. ഇപ്പം നമ്മൾ സെയിൽസ് അറ്റ് ഡിസ്കൗണ്ടഡ് പ്രൈസ്, ഇത് നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യമില്ല. നമ്മുടെ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ നമ്മൾ ഗുഡ്സ് വിൽക്കുന്നു, അതിന് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നു. സോ ഇത് ഒരിക്കലും CSR ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഡിസ്കൗണ്ടിനെ, നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ഒക്കെ CSR ആവോ? നോ. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നമ്മൾ ഔട്ട്സൈഡ് ഇന്ത്യ സ്പെൻഡ് ചെയ്യുന്നത് CSR അല്ല കേട്ടോ. ഔട്ട്സൈഡ് ഇന്ത്യ സ്പെൻഡ് ചെയ്യുന്നത് CSR ആക്ടിവിറ്റി ആയിട്ട് പറ്റത്തില്ല. പിന്നെ എംപ്ലോയിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി എന്തെങ്കിലും സ്പെൻഡ് ചെയ്തു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവരുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ കൺസ്ട്രക്ട് ചെയ്തു, അതൊക്കെ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസിലേക്കാണ് പോകേണ്ടത്, അല്ലാണ്ട് CSR എന്ന് എക്സ്പെൻഡിച്ചർ ആണെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരു ബിസിനസ് സെറ്റ് ചെയ്യാനായിട്ടുള്ള പ്രീ കണ്ടീഷനായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ബിസിനസ് സെറ്റ് ചെയ്യാനായിട്ട്, അതും CSR ആണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമുക്കറിയാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, എനി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് കോൺട്രിബ്യൂഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി, അതും CSR ആക്ടിവിറ്റി ആണെന്ന് പറയാൻ പറ്റത്തില്ല. സോ ഇതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ജസ്റ്റ് നോക്കുക, നമ്മൾ CSR എക്സ്പെൻഡിച്ചർ ആണ് എന്ന് പറയുന്ന കാര്യം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇലസ്ട്രേഷൻ 5. ഓക്കെ,
ഇലസ്ട്രേഷൻ 5 പറയുന്നത് ഇത്രേ ഉള്ളൂ, ഇവർ നേപ്പാളിലാണ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ നേപ്പാളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് CSR ആക്ടിവിറ്റി ആകോ? ഇല്ല. നേപ്പാൾ ഇസ് അനദർ കൺട്രി ഓഫ് അനദർ കൺട്രി. അതുകൊണ്ട് തന്നെ CSR എക്സ്പെൻഡിച്ചർ ആയിട്ട് അത് കൂട്ടത്തില്ല കേട്ടോ. അപ്പോൾ മാനേജ്മെന്റ് ചെയ്തത് ട്രീറ്റ്മെന്റ് തെറ്റാണ് എന്നൊക്കെയാണ് അവസാനം പറയുന്നത്. അതത്രേ ഉള്ളൂ. നെക്സ്റ്റ്, നമ്മളിപ്പോൾ ഒരു വർഷം ആക്ച്വലി നമ്മൾ 2% സ്പെൻഡ് ചെയ്താൽ മതി അല്ലേ? പക്ഷെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്ട്രാ എമൗണ്ട് 2% ഓഫ് നെറ്റ് പ്രോഫിറ്റ് സ്പെൻഡ് ചെയ്താൽ മതി. പക്ഷെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുമോ? ഉത്തരം ചെയ്യാൻ പറ്റും, പക്ഷെ അത് ബോർഡിൻ്റെ ഡിസിഷനാണ്. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യണ്ട. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അതാണ് ഇവിടെ ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ABC Limited is a company which is covered under ambit of CSR rules. As part of its CSR contribution, an amount of 15 lakh was spent as CSR expense towards education of girl child. The average net profit of company for the past 3 years was 7 crores. As the company incurred a CSR expense in excess of what is required by the rules, it decided to utilize this expense as a carry forward to the next year and reduce next year's CSR expenditure by 1 lakh. Can the excess expenditure towards CSR be carried forward to next financial year? സോ 7 crore ആണ് ഇവരുടെ പാസ്റ്റ് 3 ഇയേഴ്സിലെ നെറ്റ് പ്രോഫിറ്റ് ആവറേജ്. അപ്പോൾ അതിൻ്റെ 2% മതി, അതായത് 14 lakhs സ്പെൻഡ് ചെയ്താൽ മതി. പക്ഷെ എക്സ്ട്രാ ആയിട്ട് ഇവർ സ്പെൻഡ് ചെയ്തത് 15 lakhs ആണ്. അപ്പോൾ എക്സ്ട്രാ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1 lakh ആണ്. ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. പറ്റും, പക്ഷെ അത് ബോർഡിന് തീരുമാനമാണ് കേട്ടോ. Carry forward of excess amount of over 2% of average profit will be allowed if the company decides to adjust such excess against the future obligation. If company decides not to carry forward such excess spend in full or in part, the same to the extent not carry forward is to be recognized as expense. അതത്രേ ഉള്ളൂ. നെക്സ്റ്റ് നോക്കാം നമുക്ക്. In financial year 2011-12, a company had spent 2 crore in excess. 2 crore excess ആയിട്ട് സ്പെൻഡ് ചെയ്തു. Financial year 12-13, it set off 50 lakhs from such excess. However, from financial year 13-14, the company is no longer subject to CSR provision under section 135(1). Since the company cannot take the benefit of set-off of excess amount spent in the previous financial year because of non-applicability of CSR provision, will the excess amount lapse? എന്നതാണ് ചോദ്യം. സോ അതിൻ്റെ പ്രൊവിഷനെ പറ്റി പറയുവാണെങ്കിൽ, നമ്മൾ എക്സസ് ആയിട്ട് എന്തെങ്കിലും സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 years വരെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ അത് ലാപ്സ് ആയി പോകും കേട്ടോ. സോ അതാണ് ഇവിടെ പറയുന്നത്. യെസ്, law states that the excess CSR amount spent can be carried forward up to immediately succeeding 3 financial years. Thus, in case any excess amount is left for set off, it will lapse at the end of the said period. In such case, the company may continue to retain the remaining excess CSR of 1.5 crores up to financial year 2014-15 and thereafter the same shall lapse. അപ്പോൾ 2011-12 ഒരു 2 crore എക്സസ് നമുക്കുണ്ടായിരുന്നു. അപ്പം 12-13-14-15 ഈ 3 വർഷത്തിനുള്ളിൽ ആക്ച്വലി നമ്മൾ ഈ എമൗണ്ട് യൂട്ടിലൈസ് നമുക്കത് ക്യാരി ഫോർവേഡ് ചെയ്ത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇയർ 12-13 ഇവർ 50 lakhs സെറ്റ് ഓഫ് ചെയ്തു എന്നാണ് പറയുന്നത്. However, from financial year 13-14, the company is no longer subject to CSR provision. സോ അങ്ങനെയാണെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് എന്താ, നമ്മൾ ഈ 3 financial years ഇത്രയും 3 വർഷം നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അതിന് ശേഷം
സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല, ലാപ്സ് ആയി പോകും എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇലസ്ട്രേഷൻ 8. ഇത് നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ആഫ്റ്റർ ഹാവോക് കോസ്ഡ് ബൈ ഫ്ലഡ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ, എ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അണ്ടർടേക്സ് ഡ്യൂറിംഗ് ദ പീരിയഡ് ഫ്രം October 11 to December 11 വേരിയസ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് വിത്ത് കൺസിഡറബിൾ കൺസെഷൻ ആൻഡ് ഡിസ്കൗണ്ട്സ്. അപ്പോൾ ഡിസ്കൗണ്ട്സ് ഒക്കെയാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ മാനേജ്മെന്റ് intends to highlight the expenditure incurred on such activities as expenditure incurred on activities undertaken to discharge CSR while publishing its financial statements for year 2011-12. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, ഡിസ്കൗണ്ട്സ് CSR ആക്ടിവിറ്റി ആണോ? നോ, നമ്മൾ ഓൾറെഡി പഠിച്ചു. CSR ആക്ടിവിറ്റിയിൽ ഡിസ്കൗണ്ട്സ് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ചെയ്യുന്ന കാര്യങ്ങൾ വരത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു. സോ അതുതന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്, expenditure incurred is for activities in the ordinary course of business, then it will not be qualified as expenditure incurred on CSR activities. That's it. പിന്നെ ഇതിൻ്റെ ജേണൽ എൻട്രീസ് ആണ് പറയുന്നത്. നമ്മൾ ക്യാഷായിട്ട് CSR ആക്ടിവിറ്റീസിന് ക്യാഷായിട്ട് നമ്മൾ എന്തെങ്കിലും സ്പെൻഡ് ചെയ്തു, ടു ക്യാഷ് CSR എക്സ്പെൻഡിച്ചർ ടു ക്യാഷ് ആയിരിക്കും നമ്മുടെ ജേണൽ എൻട്രി. കൈൻഡ് ആണെങ്കിലോ CSR എക്സ്പെൻഡിച്ചർ ടു പർച്ചേസ് ആയിരിക്കും എൻട്രി. ഇനി നമ്മൾ ഫുള്ളി സ്പെൻഡ് ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ CSR എക്സ്പെൻഡിച്ചർ കുറച്ച് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ടു ക്യാഷ്, ബാക്കിയുള്ളത് സ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു പ്രൊവിഷൻ പോലെ ടു CSR ടു ബി ഡെപ്പോസിറ്റഡ് ഇൻ ഫണ്ട് എന്ന് കാണിക്കും. ഓക്കെ, അതേപോലെ തന്നെ CSR എക്സ്പെൻഡിച്ചർ ടു ക്യാഷ് ടു CSR ടു ബി സ്പെൻഡ് ഓൺ ഓൺഗോയിങ് പ്രോജക്റ്റ്. പിന്നെ എന്തെങ്കിലും എക്സസ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രിയാണ് CSR എക്സ്പെൻഡിച്ചർ ഡെബിറ്റ്, CSR പ്രീ സ്പെൻഡ് അക്കൗണ്ട് ടു ക്യാഷ് ഓർ പർച്ചേസ് ഓർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് കൺസ്യൂംഡ്. സോ നമ്മുടെ ഇലസ്ട്രേഷനിലെ ലാസ്റ്റ് ഇലസ്ട്രേഷൻ ആണ്. ABC Limited carries out CSR activities from rented premises in Pune. The rent paid for such premises is disclosed as CSR expenditure. ഒരു റെൻറ്റഡ് പ്രമൈസസിൽ ഇരുന്നുകൊണ്ടാണ് ABC CSR ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അപ്പോൾ ആ റെൻറ്റ് CSR ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ABC Limited also claimed deduction of same under Income Tax Act. Is this permissible? CSR expenditure which is of the nature described under section 30 to 36 of Income Tax Act shall be allowed as deduction. Rent expense can be claimed under section 30, hence it can be claimed as deduction. അപ്പോൾ റെൻ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 30-ൽ വരുന്ന ഡിഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ലേ. സോ നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ദാറ്റ്സ് ഇറ്റ്. സോ ഇതാണ് നമ്മുടെ ഇലസ്ട്രേഷൻസ്. സ്റ്റഡി മെറ്റീരിയലിലുള്ള എല്ലാ ഇലസ്ട്രേഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ.